ആ അടുത്ത ആഴ്ച 600 അതിനാണ് ഇപ്പൊ വിളിച്ചത്. ആ അത് ശരി, അടുത്ത ആഴ്ച ഉണ്ട്. വേറെ വഴിയില്ലല്ലോ, ഇപ്പൊ അതിന് വേണ്ടിട്ട് വിളിക്കാതൊക്കെ ആവശ്യമില്ലല്ലോ. ആ നമ്മളെ വീടൊന്നും വിറ്റ് പോവില്ല, നിങ്ങൾ അതിനെ പറ്റി പേടിക്കണ്ട. ഇവിടെ തന്നെ ഉണ്ടാവും ആള്. ആ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിട്ടാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. തരാന്ന് പറഞ്ഞു തരും. ആ ഒരു ലോൺ എടുത്തതിനാണ് ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ കാണാത്ത പോലുള്ള വർത്താനം പറഞ്ഞേക്കല്ലേ. നമ്മൾ നാളെയും കാണണ്ടല്ലേ, ഇങ്ങനെയൊന്നും പറയില്ല കേട്ടാ. ആ ശരി ശരി എന്നാ. ആ ലോൺ എടുത്തതിനാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം, അതിനപ്പം വിളിച്ചത്. എന്താ ചെയ്യാ? ആ എന്നാ മറ്റാളല്ലേ അത്? അയ്യോ എവിടെ ആ പലിശക്കാരൻ വരുന്നുണ്ട്. ആ പലിശക്കാരൻ, ആ ചേട്ടൻ വേണം പലിശക്ക് പണം എടുത്തിട്ട് ആ ചങ്ങാതി വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യാ? എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് ഇന്നാള് കണ്ടിട്ട് കുറെ ചീത്ത പറഞ്ഞതാ. എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കി, എന്തെങ്കിലും പറഞ്ഞു. അയാൾ ഭയങ്കര സാധനമാണ്. എനിക്ക് അതിനോട് പേടിയാണ് കണ്ടാലേ. ഈ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കി. ഞാനില്ലാന്ന് പറയും. നീ പോയിട്ട് പോയി പറയേ. നീ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കി. നാളെ അവിടെ കണ്ടിട്ട് ആകെ ചീത്ത പറഞ്ഞു. ആ ചേട്ടാ, ഗഫൂർക്കവിടെ? ആള് ചാവക്കാട്ടിക്ക് പോയിക്കണേ. ചാവക്കാട്ടിക്ക് ചെരുപ്പ് ഇട്ടിട്ട് ചാവക്കാട്ടിക്ക് പോവാ? ചെരുപ്പ് ഇട്ടിട്ടുണ്ട് പോയത്. ചെരുപ്പ് ഇവിടെ ഇരിക്കുന്നത് അകത്തുണ്ടാവുന്ന വിളിച്ചേ. ഇവിടെ ഇല്ല, ചാവക്കാട്ടിക്ക് പോയിക്കാണ്. ഒരു മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട് ആള് മത്സ്യത്തൊഴിലാളിയുടെ അതിൽ ചേർന്ന്. അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല അങ്ങനെ പോയത്. ആൾക്ക് വേറെ പഴയ ചെരുപ്പുണ്ട്, അതിട്ടിട്ട് പോയി. ഞാൻ എന്ന് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചാവക്കാട് പോയി, പറക്കൂര് പോയി, പാവർട്ടി പോയി, തൃശ്ശൂര് പോയി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം പോലും ആളെ കണ്ടിട്ടില്ല കാണാൻ. ആള് പോയിക്കാണ്, ഉച്ചക്ക് പോയതാണ്, ചോറ് കഴിച്ചിട്ട് പോയതാ. അകത്ത് എവിടെയെങ്കിലും എന്റെ കണ്ടപ്പോ മാറിയിട്ടുണ്ടാവും നോക്ക്. ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഇപ്പൊ ചേട്ടൻ വന്നെന്ന് പറഞ്ഞാല് കച്ചവടമൊന്നും തീരെ ശരിയില്ല. അത് പറഞ്ഞാൽ ശരിയാവില്ല. നമുക്കിത് കിട്ടിയിട്ട് വേണ്ട നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ മുങ്ങി കിടന്നിട്ട് കാര്യമില്ല. അതൊന്ന് കാര്യം ചെയ്യാം, ആ പെട്ടെന്ന് പൈസ തരാൻ നോക്ക, അല്ലാണ്ട് ശരിയാവില്ല. കച്ചവടം തീരെ അത് എപ്പോ വരുമ്പോഴും അങ്ങനെ പറ്റാത്ത കാര്യം. 1 കിലോ 2 കിലോ 100, 2 കിലോ 1.5 കിലോ 100 പറഞ്ഞിട്ട് പെട്ടുവണ്ടിക്കാരും ഇങ്ങനെ ലക്ഷങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. തമാശയുടെ അല്ല. ഈ 1.5 കിലോ 2 കിലോ 100 നോക്കിയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, വീട് കണ്ടിട്ട് കൊടുത്തിട്ടുള്ളതാ. മനസ്സിലായ? അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് എപ്പോ വരുമ്പോഴും അങ്ങോട്ട് മുങ്ങി നടന്നിട്ടുള്ള കാര്യം, അതില് കാര്യമില്ല. വന്നാ പറയാ ചേട്ടാ, വന്നാ പറയല്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതല്ല ഞാൻ പറയാ. ഇനി വേറെ നടപടിക്ക് എടുക്കേണ്ടി വരും. അതാ ഒന്ന് വന്നാന്ന് പറഞ്ഞോട്ടാ. വന്നിട്ട് മറ്റേ വന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി. ഗഫൂർ വന്നാ പറയാ പ്രത്യേകിച്ച്. പറഞ്ഞോട്ടാ, മറക്കാതെ. ആര് വന്ന് പറഞ്ഞ പലിശക്കാരനാ? അതിന്റെ ഉള്ള വായിലുള്ളൊക്കെ ഞാൻ കേട്ടു. എന്ത് പറഞ്ഞു? നിങ്ങൾ പോയിട്ട് പറയാണ്ട് ഇന്നല്ലേ പറഞ്ഞാച്ചിങ്ങള്. ആ പൈസ മേടിക്കുമ്പോ ആലോചിക്കണം. പൈസ മേടിച്ച പിന്നെ കൊടുക്കണ്ടേ? അതെങ്ങനെ മൊത്തമായിട്ട് കൊടുക്കാൻ പറ്റുക? കൊടുക്കാൻ പറ്റുക. എന്നിട്ട് എന്നെ പറഞ്ഞാക്കിയല്ലേ? നിങ്ങൾ പറഞ്ഞ സമ്മാനപ്പെടുത്താണ്ട് ഇന്നെ പറഞ്ഞാക്കിയ. എനിക്ക് ആളെ കണ്ടാൽ എന്നെ പേടിയാണ്. അതിന്റെ ആളില്ലാത്തൊക്കെ പറയും, ഓരോ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിക്കണെന്നൊക്കെയാണ് ആള് പറഞ്ഞത്. അടിക്കാനൊക്കെ വരുന്ന ആള് അതല്ലേ? ഇതൊന്നും വയ്യ, എന്തോ ഇതായി. ഇനി എന്നെ പറഞ്ഞാച്ചാ പോവില്ല. നിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നടക്കാൻ പറ്റില്ലേ? ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ചോദിച്ചിട്ടൊക്കെ.
ആൾക്കാരെ മുന്നിൽ വഷളാക്കുന്ന ആള്. ഒരു കാര്യം പറഞ്ഞു അത് പറഞ്ഞു അതുപോലെ ചെയ്യില്ല. ഇതെന്താ പറഞ്ഞത് ആള് ചൂടായിട്ട് വർത്താനം പറഞ്ഞ് വന്നാ ഇതുപോലെ ആവൂല, പൈസ മേടിച്ചേക്ക്. ഇന്നെ കാണുമ്പോ മുങ്ങി മുങ്ങി നടക്കുകയാണ് ആള്. പൈസ മേടിച്ചേക്ക്, ഇനി വന്നാ ഇതുപോലെ ആവൂല സംസാരിക്കല്. ആളെ ഉള്ളിൽ ഒളിച്ചു വെച്ചിക്കാണ്. ചെരുപ്പിടാണ്ട് പോവോ, ചെരുപ്പ് ഇതേ കിടക്കണെന്നൊക്കെ പറയണ്. ആള് വേറെ കോയമ്പത്തൂരല്ല, നിങ്ങള് ചാവക്കാട്ടിക്ക് പോണെന്നല്ല എന്നോട് പറയാൻ പറഞ്ഞു. ചാവക്കാട് പോയിന്ന് പറഞ്ഞു. ആ, നിങ്ങൾ പറഞ്ഞ പോലെ ചാവക്കാട്ടിക്ക് പോയി. പോയാൾ തിരിച്ചു വരുമോന്ന് എനിക്കറിയില്ല. നിങ്ങള് ചാവക്കാട്ടിക്ക് പോയിന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാൻ അതുപോലെ പറഞ്ഞു. പക്ഷെ ആള് വിശ്വസിച്ചിട്ടില്ല കേട്ടാ. ചെരുപ്പ് കണ്ടപ്പോ വിശ്വസിച്ചിട്ടില്ല ആള്. എനിക്കൊന്നും സമാധാനം ഇല്ല, മനുഷ്യനൊരു സമാധാനം എനിക്ക് അല്ല തന്നിട്ടില്ല. എനിക്ക് എപ്പോഴും തന്നെ എന്നും എനിക്ക് ദുരിതം തന്നെ. കാഴ്ചയിലല്ല, എല്ലാവർക്കും വേണ്ടി എടുത്തല്ലേ ഞാനാണ് നട്ടാണ്ട് പോണത്. അയാളെ കാണുമ്പോ അവരടുത്തൊക്കെ എടുക്കണ പലിശക്കൊക്കെ പൈസ എടുത്താൽ മുടിക്ക് തന്നെ പോകുള്ളൂ. വഴിയില്ല, എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോ എടുക്കണതല്ലേ. ഓരോ ദിവസം ഓരോ വിഷമങ്ങളാ. എന്തിനാ പറയാ. അല്ലാണ്ട് തന്നെ അത്യാവശ്യം വീടിന്റെ ലോണ് കിടക്കുന്നുണ്ട്. ഇനി അതെപ്പോഴാണ് എഴുന്നള്ളി വരുന്നതാണ് അവയ്ക്ക്. അതൊക്കെ ആലോചിക്കുമ്പോ പേടിയായിട്ട് വയ്യ. മനുഷ്യനൊരു സമാധാനം ഇല്ല. കാണുമ്പോ എന്താ വലിയ വീട് കാര്യം, അവർക്കെന്താ, അവർക്ക് നല്ല ഇതാണ് അതാണെന്ന്. ഭർത്താവിനൊക്കെ നമുക്ക് നല്ല അറിയുള്ളൂ നമ്മുടെ വിഷമം. ആരോടെ പറയാ, ആരോടത്ത് പോയിട്ട് പേടിക്കുക. ഒരാളും തരില്ല വലിയ വീട് കാര്യം, അവർക്ക് എന്താന്നാ ചോദിക്കുക. നമ്മൾ ആരോടെ പറയാ. അതൊക്കെ ശരിയാവും, നീ അതിനെപ്പറ്റി വിഷമിക്കണ്ട. ശരിയായാ മതി പഠിച്ചാനെ. എന്നടിക്കുക കൊറേ വാങ്ങി കൂട്ടുന്നുണ്ട്. 75 ലക്ഷമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്റെ രക്ഷപ്പെട്ടതിന് കടങ്ങളൊക്കെ വീട്ടായിരുന്നു. ഇതൊക്കെ എന്നാണ് അവ അടിക്കുന്നത്. ആരാ പുറത്ത് വന്നിട്ട് കോളിംഗ് ബില്ല് അടിക്കണ്ട? ഒന്ന് നോക്കിയെന്നാ ആരോന്ന്. ആരോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞ കോളിംഗ് ബില്ല് അടിച്ചിക്കണ പോയിട്ട് ആരാ നോക്കാൻ? നീ നോക്കിയില്ലേ? ഇല്ല, ഞാൻ പോയി നോക്കിയില്ല. ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞതാ. ഒന്ന് പോയി നോക്കി ആരാ കോളിംഗ് ബില്ല് അടിച്ച്. അതെന്ത് നോട്ടീസ് ബാങ്കിലത്തെയാണല്ലോ. എന്ത് നോട്ടീസാണ് അള്ളാ പഠിച്ചവന്. ബാങ്കിലത്തെയാണല്ലോ. ഇത് വരുന്ന ഞാൻ വിചാരിച്ചെന്നില്ല കേട്ടാ. എന്താ ചെയ്യാ, എല്ലാം കൂടെ ആകെ തലവേദനയായല്ലോ. ആരാന്ന് വന്നത്? പഠിച്ചോനെ വീടിന്റെ ആണല്ലോ. എന്താ ചെയ്യാ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞേ ഉള്ളൂ. പഠിച്ചോനെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നത്. ഞാൻ എന്താ ചെയ്യാ പഠിച്ചോനെ. പക്ഷെ ഒരു വഴിയില്ല, ഒരു നിവൃത്തിയില്ല. അതും അവിടെ വേറെ ഇത് വേറെ. ഡെപ്റ്റ് നോട്ടീസാണ്. എന്താ ചെയ്യുന്നൊരു പിടിയില്ല. 12-ാം തീയതി തീർത്തില്ലെങ്കിൽ അവര് ജപ്തി ചെയ്യുന്നതാണ് അതിൽ കയറ്റിയിട്ടുള്ളത്. ആരോടാ പറയാ. എന്തോരം പൈസ കെട്ടി 90,000 രൂപ ഒറ്റയടിക്ക് കൊണ്ട് നമ്മൾ അന്ന് പലിശ നല്ല പലിശയായി. 12% പലിശ എന്ന് പറഞ്ഞാൽ അതിന്റെ വീഴ്ച പറഞ്ഞിട്ട് അവര് സമ്മതിച്ചില്ല. 90,000 കഴിഞ്ഞ പ്രാവശ്യം ലക്ഷങ്ങളാണ് ഇപ്പൊ അടയ്ക്കാനുള്ളത്. എന്താ ചെയ്യാൻ നിൽക്കുന്നൊരു പിടിയും കിട്ടുന്നില്ല. വേറെ വഴിയേ ഇല്ല. ഞാൻ എന്താ ചെയ്യാ പഠിച്ചത്. നല്ല ഒരു വഴി കാണിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ. അവരോട് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പലിശയുടെ ഒരു അളവ് തരുമോ? അതിന്റെ കാലാവധി കഴിഞ്ഞു. ഇത് ലാസ്റ്റ് നോട്ടീസാണ്. കാലാവധി കഴിഞ്ഞു. എനിക്ക് വയ്യ. സമാസാരിയിലൊക്കെ ഇതായി പോണു കേട്ടപ്പോഴല്ലേ. പഠിച്ചവനെ എന്താ ചെയ്യാ. അതെ, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഇനി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. നിങ്ങള് ഇതൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾ ആലോചിച്ചിരിക്കണ്ട. അതൊക്കെ ശരിയാവല്ല. എന്തെങ്കിലും ഒരു വഴി കാണിക്കും. നമ്മളെന്താ ചെയ്യുക പഠിച്ചവനെ. മോളാണെങ്കിൽ കെട്ടിക്കാനായിട്ട് അങ്ങനെ അവൾക്കാണെങ്കിൽ ഓരോ ആലോചനകളും കാര്യങ്ങളും വരുന്നത്. എന്താ ചെയ്യും. വീടാണെങ്കിൽ ഇങ്ങനെ അറിഞ്ഞവർ വരുമോ പഠിച്ചവനെ. എനിക്കൊന്നും വയ്യ റബ്ബേ. എന്തിനാ പാവങ്ങളെ കുഴിയിൽ ചാടിയവരെന്നെ ചാടിക്കണ റബ്ബേ. എന്നാൽ കൈ പിടിച്ച് കയറ്റി വിട്ടൂടെ. അല്ല എന്തോരോ ആൾക്കാർ നമുക്ക് നാട്ടിലെ തലമുറ നടക്കാൻ പറ്റുമോ? ഞാൻ അതാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ എത്രയുണ്ടെന്ന് അള്ള വിചാരിച്ചാല് അതൊന്നും വരില്ല. നമുക്കൊന്നും അങ്ങനെയൊന്നും അള്ള വരുത്തിക്കില്ല. അതെ, അങ്ങനെയൊന്നും അള്ളാഹു വരുത്തിക്കില്ല. നമുക്കൊക്കെ റബ്ബുണ്ട് കൂടെ. റബ്ബ് എല്ലാവർക്കും ഉള്ളത് തന്നെ. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു വഴി റബ്ബ് കാണിക്കുമോ? അങ്ങനെ മനസ്സ് തളരാൻ പാടില്ല. എന്താ ചെയ്യുക. നിങ്ങൾ തന്നെ മനസ്സ് തളർന്നാൽ പിന്നെ എന്താ ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ ഇരിക്കുന്നവരെന്ത് ചെയ്യാൻ പറ്റും. പെൺകുട്ടിയാണെങ്കിൽ ഇതാപ്പോൾ അങ്ങനെ ഇരിക്കണമെങ്കിൽ അള്ളാഹ് ആലോചന ഇല്ലാണ്ടല്ല, ആലോചനയൊക്കെ ഉണ്ട്. ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല.
ഞാൻ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ ആലോചിക്കണ്ട, നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, ടെൻഷൻ അടിക്കണ്ട. ഇന്നും കൂടെ കച്ചവടം പോയപ്പോൾ ബ്രോക്കർ വന്നിട്ട് എന്നോട് പറഞ്ഞു മോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ കേട്ടിട്ട് ഞാൻ അറിഞ്ഞു കുട്ടിക്ക്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതും കൂടെ വന്നിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഫോണിൽ വിളിച്ചിട്ട് ഒരു അടവ് പൈസ ഇല്ലാണ്ട് അവൻ ചൂടായിട്ട് വർത്താനം പറഞ്ഞു, ഞാൻ ചൂടായിട്ട് വർത്താനം പറഞ്ഞു. അങ്ങനെയൊക്കെ കൂടെ തലയ്ക്ക് പുകഞ്ഞിരിക്കുന്ന സമയത്ത് എന്താ നമ്മൾ കൊടുക്കാനുള്ളവരടുത്ത് ചൂടാകണ്ട. ചൂടായി വർത്താനം ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ വാങ്ങിച്ചതല്ലേ, നമ്മൾ തിരിച്ചു കൊടുക്കണം. അവരോട് നമ്മൾ ദേഷ്യപ്പെട്ട അവര് പിന്നെ അവർക്ക് അതിലേറെ ദേഷ്യമാവും. വീട്ടിന്റെ കാര്യം വേറെ, മോളുടെ കാര്യം ഇങ്ങനെ ഒരു മനസ്സമാനം ഇല്ല. എന്താ ഞാൻ ചെയ്യാ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ്. അതെ, ഞാൻ എന്റെ കാർത്ത് പോയിട്ട് കുറച്ച് പൈസ ചോദിച്ചു നോക്കാം. നീ അവിടെയും കൂടെ നാളം കടിച്ചിട്ട് വരാനാണോ? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ചെന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. ഈ നോട്ടീസ് കൊണ്ട് ഞാൻ എന്റെ കാർത്ത് പോവാം. അവരൊക്കെ എത്ര സഹായിക്കും? ലക്ഷങ്ങളാണത് കെട്ടായി. ഇതൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ജപ്തി ചെയ്തത് തന്നെ, അതൊരു മാറ്റമില്ല. അല്ലാണ്ട് നക്കാപ്പിച്ച 2000-3000 തന്നിട്ട് കുടുംബം കഴിയാനല്ല. കാട് പോയിട്ട് ഈ വിഷമം ഇതും കൊണ്ടുപോയാല് ചിലപ്പോ എന്റെ സഹായിക്കും. കുറച്ച് പൈസ പലിശ കെട്ടി നോക്കാം. നമുക്ക് പിടിച്ചു നിൽക്കാനൊരു വഴി അല്ല കാണിക്കുകയാണെങ്കിലോ കാക്ക് തരാനുള്ള മനസ്സ് തോന്നിക്കിട്ടും. നിങ്ങള് അതിന്റെ ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കണ്ട. ചില്ലറ പൈസ ഒന്നും പറ്റില്ലല്ലോ. അത്യാവശ്യം ലക്ഷങ്ങൾ വേണം. ഇത്ര കുറച്ച് കാശ് കിട്ടിയോണ്ടൊന്നും കാര്യമില്ല. ഇക്കാണെങ്കിൽ പെൺകുട്ടികള് കല്യാണവും കാര്യങ്ങളും തിരക്കില് ഞാനും പോയി പൈസ വെച്ചൊക്കെ എന്താ പറയുക. അതന്നെ പറയണത്. നമ്മള് അതും കൂടെ ചോദിച്ച് നാണം കെടാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ നാണം കിട്ടും. ഇനിയിപ്പൊ അതും കൂടെ ചോദിച്ചിട്ട് ഇപ്പൊ നമ്മൾ നാണം കെട്ടിട്ട് ചോദിച്ചില്ല എന്നല്ലേ ഉള്ളൂ. ചോദിച്ച് നാണം കെട്ടിനൂടെ ചോദിക്കാണ്ടിരിക്കുന്നു. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ വീടൊക്കെ വെച്ച എന്റെ പേരിലാണ് ലോൺ എടുത്തിരിക്കുന്നത്. അത് കാരണം ഞാൻ ഇല്ലാണ്ടായിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സുഖമായി. അപ്പൊ ഞാൻ ഇല്ലാണ്ടാകുമ്പോ ലോൺ അടയ്ക്കണ്ട, ഒന്നും അടയ്ക്കണ്ട. നിങ്ങൾ എന്തില്ലാണ്ടാകണെന്ന് പറയണേ? എന്തുട്ട് നിങ്ങൾ ഇല്ലാണ്ടാകണ്? നിങ്ങൾ എന്തുട്ട് വർത്താന പറയണേ? ഈ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നതാ. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന കുഴപ്പമില്ല. ബാങ്കിൽ നോട്ടീസ് ലക്ഷങ്ങളാണ് കടം. ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ പറയാ. എന്റെ പേരിലായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത്രയും ഇതല്ലേ, അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പരിഹാരം കാണണം. ഞാൻ ജീവിച്ചിട്ട് എന്താണ് കാര്യം? അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാൾക്കും ഒരുമിച്ച് ഇല്ലാണ്ടാകാം. അപ്പൊ സന്തോഷമായില്ലേ? നിങ്ങൾ ഇല്ലാണ്ടായിട്ട് ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? എന്തിനാ അതിന് ഞാൻ ജീവിക്കുന്നത്? നമുക്ക് ഇതൊക്കെയാണോ നമ്മളെ കടങ്ങൾക്കൊരു ഇതുണ്ടാക്കുക? ഒക്കെ ശരിയാണോ? പഠിച്ചവന്റെ പങ്കിൽ കൊടുക്കില്ലേ? മൊബൈലില്ലേ? എന്തെങ്കിലും എടുത്തിട്ട് നോക്കിയിട്ട് ആ യൂട്യൂബൊക്കെ ഒന്ന് തുറന്നു നോക്കി. മൊബൈല് കണ്ടിട്ട് ഇന്ന് സങ്കടം മാറ്റാനൊന്നും പറ്റില്ലേ? അത് അങ്ങനെയാണോ എൻ്റെ? മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാ മതിയാ. നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയാന്നൊക്കെ അല്ല. ഓർത്തത്തെ ചോറോളം വെച്ചിക്കളെ. ചോറ് കഴിച്ചാ വന്നിട്ട് എനിക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചേ വന്നേ. ഞാൻ ചോറോളം വെച്ചിക്കണം. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കും? പഠിച്ചവനെ, ഞാൻ എന്താ ചെയ്യും? പുറത്തിറങ്ങി കഴിഞ്ഞാലോ തലയുറച്ച് നടക്കാനും പറ്റും. എന്താ ചെയ്യാ? പഠിച്ചവനെ, ഇവരെവിടെ പോയി? ഇതെന്താ റൂമിലൊരു വെളിച്ചം? ആളെവിടെ പോയി? മൂത്രയ്ക്കാൻ പോയ. നിങ്ങൾ എന്നിട്ട് പണിയാ ചെയ്യണേ? നിങ്ങൾക്ക് എന്നിട്ട് നേരത്തെ ഫ്രണ്ട് അടയ്ക്കുക. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? അല്ലാതെ ഒന്നും മരണം നല്ലതായിട്ട് കൊണ്ടുപോകണം. അല്ലാതെ നിങ്ങളല്ല കളയുക. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? നിങ്ങൾക്ക് ഇത് വിട്ട് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് ഫാനിൽ തൊക്കൊന്ന് വടി സാരിനെ കൊണ്ടിടാൻ പോകണം. നിങ്ങള്
ഇതൊക്കെ ചെയ്താലും നിങ്ങളെ കടം വീടുവോ? നിങ്ങൾ എന്തെങ്ങനെ എന്റെ കൂടെ കിടന്നല്ലേ നിങ്ങള്? പോകുമ്പോ കാണാനില്ല. നിങ്ങളുടെ ഫാൻ തുടക്കി ഈ നേരത്തെ ഫാൻ തുടക്കാൻ നിങ്ങൾ എന്താ ചെയ്താനാ? ഈ നേരത്തെ ഫാൻ തുടക്കാൻ കയറിയത്ര. അതെ, നമുക്ക് അല്ല വന്നിട്ടുണ്ടെങ്കിൽ അല്ല കൊണ്ടുപോകും. നിങ്ങളായിട്ട് അവസാനിപ്പിക്കണ്ട. കടങ്ങളല്ലേ, അല്ല ഒരു വഴി കാണിക്കും. ഇനി ഇങ്ങനത്തെ സ്വഭാവം നിങ്ങക്ക് തോന്നിയിട്ടുണ്ടെങ്കില് അല്ലാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ? അതിന് നിങ്ങക്ക് ഇതാണോ ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചത്? അവിടെ ഇരിക്കുമ്പോഴെന്നെ വിചാരിച്ച് പിന്നെ ഇങ്ങനെ കടന്നപ്പോ കണ്ണടഞ്ഞു പോയി. എന്തോ അല്ല ഒരു ഉണർച്ച തന്നതാ എനിക്ക്. പെട്ടെന്ന് കണ്ണു മേടിച്ച് നോക്കിയത് ലൈറ്റ് വെളിച്ചം കണ്ടപ്പോഴാണ് വാതിൽ തുറന്നിങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്നെ കുറിച്ചിട്ട് ആലോചിച്ചാ? നിങ്ങൾ മോളെ കുറിച്ച് ആലോചിച്ചാ? നിങ്ങളെ കാര്യം മാത്രം നോക്കിയില്ലേ? ഇത് ചെയ്താൽ നിങ്ങളെല്ലാം മാറുവോ? ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണ്. ഇപ്പൊ കണ്ടില്ലെങ്കിൽ ഇപ്പൊ എന്തായിട്ടുണ്ടാവും? ഇവിടുന്ന് കിട്ടി സാരി പോയിട്ട് അരിമാറി പോയി തപ്പി പിടിച്ചെടുത്താ? സോറി, എന്തപ്പത്? എനിക്ക് ചേർന്ന് ഒരു കടന്നേ. ശരി, നീ ചെല്ലു, ഞാൻ വരാം. വേണ്ട, എനിക്ക് നടക്ക്. നിങ്ങൾ എവിടുക്കാ കാലത്ത് നേരത്തെ പോണുണ്ടല്ലോ? അത് ഞാൻ പാടത്തല്ലേ, അത് ഇങ്ങനെ നടക്കാൻ പോയി. കടയിലവിടേക്ക് എങ്ങനെ നടക്കാൻ പറ്റുമെന്ന് പോണു. നീ അല്ലോ കഴിക്കാണ്ടത് ഉണ്ടാക്ക്. ഇയാളെന്ത് ഈ നേരത്തെ വിളിക്കണേ? കാലത്ത് നടത്തുന്നേ. ഹലോ, ആ അതെ, ആ ഇട്ട്, അതെ, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് സാധനം. അതെ, നമ്പറല്ലേ? ഞാൻ നോക്കിയിട്ട് പറയാം ട്ടാ, ഇപ്പൊ പറയാട്ടാ. ഇതപ്പോ ഒരു മിനിറ്റ് നിൽക്കട്ടെ ചേട്ടാ, ഒരു മിനിറ്റ് നോക്കിയിട്ട് ഞാൻ പറയാട്ടാ. ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പോക്കറ്റിൽ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇതിൽ വെച്ചിട്ടുണ്ടോ? ആ ചേട്ടൻ പറയും. KW 5 1 7 4 7 അതെ 7 അടിച്ചു. 80 ലക്ഷം അടിച്ചു. ശരി, ഇപ്പൊ തന്നെ ഞാൻ വരാം. അവിടെ കിട്ട ചേട്ടാ, എവിടെയും പോണ്ട, നമുക്ക് എഴുതിയുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ വരാം ചേട്ടാ. ഇപ്പൊ വരാം. എവിടെ? ചായയും കടിയും കൊണ്ടുവരും. അതല്ല, നോക്ക് 80 ലക്ഷം അടിച്ചത് നമുക്ക്. അയ്യോ, 80 ലക്ഷം? നോക്ക്, തല കറങ്ങുന്നതാ. എന്താ നിങ്ങൾ പറയണത്? നിങ്ങൾക്ക് ഇന്നലെ തൊട്ട് പ്രാന്തായ? രാത്രി തൊട്ടിട്ട്? ഇന്ന് ഞാൻ നടക്കാൻ പോയി കാലത്ത്. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തത് അയാൾ വിളിച്ചു പറഞ്ഞിരുന്നു എനിക്ക്. ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ട് വെച്ചുള്ള ആള്. നോക്കട്ടെ, 80 ലക്ഷം റുപ്യ അടിച്ചു ഫസ്റ്റ് പ്രൈസ് നമുക്ക്. രക്ഷപ്പെട്ടില്ലേ? അല്ല, ചിന്നിയാ? എന്ത് നീ പറഞ്ഞ? ഇപ്പൊ വിളിച്ച നിന്നെ കുളിക്കി നോക്കട്ടെ. ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. കണ്ടില്ലേ? നിങ്ങൾ ഇന്നലെ ഫാൻ തുടയ്ക്കാൻ പോയിട്ട് അത് ഞാൻ കണ്ടില്ലെങ്കിൽ എന്തായിരുന്നു ഫാൻ തൊടാ? നീ പറഞ്ഞെന്റെ ഭാഗ്യം. ഇപ്പൊ അപ്പൊ ആ ഫാൻ തുടച്ചത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എന്തായിട്ടുണ്ടാവും? കഥാണ് പറയാന്ന്. ഏതും ഒന്ന് ചാടി ഇറങ്ങാൻ പാടില്ല. പഠിച്ച നമുക്കൊരു വഴി കാണിക്കുന്നു പറഞ്ഞില്ലേ? ഇതാണ് പറയുക. പഠിച്ച നമുക്കൊരു വഴി കാണിച്ച്. അപ്പൊ നമ്മളെ കടങ്ങളൊക്കെ വീടിയില്ലേ? ഇത് സെക്കൻഡ് വെച്ചിട്ട് ഞാനത് കണ്ടില്ലെങ്കിൽ ഇപ്പൊ എന്തായിട്ടുണ്ടാവും? അതാണ് പറയാ. ഇനിയും അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ. നമുക്ക് ആ കടങ്ങളൊക്കെ വീടി സന്തോഷമായി ജീവിക്കാം. അതിനാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് പോണം. എന്താ അത് അപ്പോഴേക്കും പോയിട്ട് നമ്മൾ പല ഇതും എടുക്കാൻ പാടില്ല തീരുമാനങ്ങള്. നീ പറഞ്ഞൊക്കെ റെഡി തന്നെ. നമുക്ക് മാറി ആയിക്കോട്ടെ, നമ്മുടെ കടങ്ങളൊക്കെ വീടും. പക്ഷെ ഒരു വഴി കാണിച്ചെന്ന് വെക്കാം. ലോട്ടറി അറാമാണ്, എന്നാലും അല്ല ഒരു വഴി കാണിച്ചെന്ന് വെക്കാം. നമ്മളെ വേദന റബ്ബ് കണ്ടു, അത്ര തന്നെ. എന്നാ ശരി, എന്നാ ശരി, ഞാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് പോയി. ചായ കുടിക്കാം, പിന്നെ കുടിക്കാം. പോയിട്ട് വരാം. ശരി, ഞാൻ പോയിട്ട് വരാം. നോക്കി പോയിട്ട് വരാം. ശരി.